ആൽക്കമിസ്റ്റിൻ്റെ മൂന്നാം ഭാഗത്തിലേക്ക് നമുക്ക് കടക്കാം. ഏതാണ്ട് ഈ ആടുകളെ പോലെ തന്നെയായിരുന്നു അവൻ്റെ അച്ഛനമ്മമാരും. വയറു നിറച്ച ആഹാരത്തിന് വേണ്ടി ദിവസം മുഴുവൻ അധ്വാനിക്കുക അവരുടെ ഏറ്റവും വലിയ മോഹം. മകനെ ഒരു പുരോഹിതനായി കാണുന്നതായിരുന്നു. കുടുംബത്തിൽ അതിൽ പരം ഒരു അഭിമാനമുണ്ടോ? 16 വയസ്സ് വരെ ഒരു സെമിനാരിയിൽ ചേർന്ന് അവൻ പഠിക്കുകയും ചെയ്തു. ലാറ്റിനും സ്പാനിഷും ദൈവശാസ്ത്രവും അവർ അഭ്യസിച്ചു. പക്ഷെ കുട്ടിക്കാലം മുതൽക്കു തന്നെ അവൻ ലോകത്തെക്കുറിച്ചറിയാനാണ് ആഗ്രഹിച്ചത്. ദൈവത്തെക്കുറിച്ചും മനുഷ്യൻ്റെ പാപങ്ങളെക്കുറിച്ചുമൊക്കെ പഠിക്കുന്നതിലേറെ പ്രാധാന്യം അവൻ അതിനു നൽകി. ഒരു ദിവസം ഉച്ചയ്ക്ക് വീട്ടിലെത്തിച്ചേർന്ന അവൻ താൻ ഒരിക്കലും ഒരു പുരോഹിതനാകാൻ ആഗ്രഹിക്കുന്നില്ലെന്ന കാര്യം തൻ്റെ പിതാവിനെ അറിയിക്കുന്നതിനുള്ള ധൈര്യം കാട്ടി. തനിക്കു യാത്ര പോകണമെന്നും ലോകം കാണണമെന്നും അവൻ പിതാവിനെ അറിയിച്ചു. "നോക്ക്, നിനക്കറിയോ?" അവൻ്റെ അച്ഛൻ ചോദിച്ചു. "ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ആളുകൾ ഈ ഗ്രാമം വഴി പോകാറുണ്ട്. പുതുമകൾ തേടിയാണ് അവർ വരിക. പക്ഷേ അടിസ്ഥാനപരമായി യാതൊരു മാറ്റവും വരാതെ തന്നെ അവർ തിരിച്ചു പോകും. കൊട്ടാരം കാണാൻ വേണ്ടി അവർ മല കയറുന്നു. ഭൂതകാലം ഇപ്പോളിൽ നിന്നും ഭേദപ്പെട്ടതാണെന്ന ധാരണയോടെ അവർ തങ്ങളുടെ ചിന്തകൾക്കു കടിഞ്ഞാണിടും. അവരിൽ ചിലർക്കു സ്വർണ്ണ തലമുടിയും ചിലർക്കു കറുത്ത തൊലിയും ഉണ്ടാകും. പക്ഷേ അടിസ്ഥാനപരമായി അവർ ഇവിടെയുള്ളവരെ പോലെയൊക്കെ തന്നെ. എന്നാലും അവർ താമസിക്കുന്ന നഗരങ്ങളിലെ കൊട്ടാരങ്ങൾ എനിക്ക് നേരിട്ട് കാണുക തന്നെ വേണം." അവൻ ചാടി പിടിച്ചു. "നമ്മുടെ നാട്ടുകാർ പറയാറുള്ളത് അവർ ഇവിടെ തന്നെ തങ്ങാൻ ആഗ്രഹിക്കുന്നത് എന്നാണല്ലോ." അവൻ്റെ അച്ഛൻ തുടർന്ന് പറഞ്ഞു. "ആയിക്കോട്ടെ," അവൻ പറഞ്ഞു. "ഞാൻ അവരുടെ നാടുകൾ കാണാൻ ആഗ്രഹിക്കുന്നു, അവരെങ്ങനെ ജീവിക്കുന്നു എന്നറിയാനും." അങ്ങനെ യാത്ര ചെയ്ത് ഇവിടെ വരുന്നവർ പണക്കാരാണ്. ചെലവാക്കാൻ ഇഷ്ടം പോലെ പണം. വഴിയാത്ര അവർക്കൊരു പ്രശ്നമല്ല. പിതാവ് പിന്നെയും അങ്ങനെ കാര്യം പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. "നമ്മുടെ കൂട്ടത്തിൽ നിന്ന് എങ്ങനെ യാത്രയ്ക്കായി ഇറങ്ങിച്ചെല്ലുന്നവർ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? ആടുകളെയും മേച്ച് ഊരു ചുറ്റി നടക്കുന്ന ഇടയന്മാർ. എന്നാൽ ഞാനും ഒരു ആട്ടിടയനേ ആകും." അവനൊരു സംശയവും ഉണ്ടായിരുന്നില്ല. അവൻ്റെ പിതാവ് പിന്നൊന്നും പറഞ്ഞില്ല. പിറ്റേന്ന് നേരം പുലർന്നതും ഒരു മടിശീല എടുത്ത് അവൻ്റെ കയ്യിലെടുത്തു കൊടുത്തു. 3 പുരാതന സ്പാനിഷ് സ്വർണ്ണ നാണയങ്ങളായിരുന്നു അതിനുള്ളിൽ. "ഒരു ദിവസം വയലിൽ നിന്നും കിട്ടിയവയാണ് ഈ സ്വർണ്ണ നാണയങ്ങൾ. നിന്റെ പിതൃസ്വത്തിൽ ഒരു ഭാഗമായിരിക്കട്ടെ അത്. നിന്റെ ആട്ടിൻപറ്റത്തിനെ വാങ്ങാനായി അത് ഉപയോഗപ്പെടുത്തുക. ഇനി നീ പുറപ്പെട്ടോളൂ. എന്നെങ്കിലും ഒരു നാൾ നിനക്ക് മനസ്സിലാകും നമ്മുടെ നാടാണ് ഏറ്റവും നല്ലതെന്ന്. നമ്മുടെ നാട്ടിലെ പെൺകിടാങ്ങളാണ് ഏറ്റവും സുന്ദരികളായിട്ടുള്ളതെന്നും നീ ഒരു നാൾ അറിയാനിടയാകും." പിതാവിൻ്റെ അനുഗ്രഹവും വാങ്ങി അവൻ യാത്രയായി. ആ കണ്ണുകൾ നോക്കി നിൽക്കെ അവന് തോന്നി, തന്നെപ്പോലെ യാത്ര ചെയ്യാനും ലോകം കാണാനുമുള്ള മോഹം അദ്ദേഹത്തിൻ്റെ മനസ്സിലും തുടിക്കുന്നുണ്ടെന്ന്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അത് നിത്യജീവിതത്തിൻ്റെ പ്രാരാബ്ധങ്ങൾക്കിടയിൽ കുഴിച്ചു മൂടപ്പെട്ട ഒരു സ്വപ്നം മാത്രം. കുടിക്കാൻ വെള്ളം, കഴിക്കാൻ ആഹാരം, കിടക്കാൻ ഒരു പാർപ്പിടം, ഇതൊക്കെ തേടിപ്പിടിക്കുന്ന തിരക്കിൽ ഇങ്ങനെയൊരു മോഹം എങ്ങനെ വെച്ച് പുലർത്താൻ? അകലെ ചക്രവാളം തുളയ്ക്കാൻ തുടങ്ങി. പിന്നെ കാണാങ്ങനയ്ക്ക് സൂര്യൻ ഉദിച്ചു പൊങ്ങി. പിതാവുമായി നേരത്തെ നടന്ന സംഭാഷണത്തെക്കുറിച്ച് ഓർത്തപ്പോൾ അവന് സന്തോഷം തോന്നി. ഇതിനകം സ്ഥലത്തങ്ങാളത്തെ കണ്ടു കഴിഞ്ഞു. എത്ര കൊട്ടാരങ്ങൾ, എത്ര യുവതികൾ! എന്നാലും അങ്ങനെ പല കാത്തിരുന്ന ആ കച്ചവടക്കാരൻ്റെ മകളോടൊപ്പം ആരും എത്താമായിരുന്നില്ല. അവനൊരു കുപ്പായം സ്വന്തമായി ഉണ്ടായി. അതിനു പുറമെ കൈമാറാവുന്ന ഒരു പുസ്തകവും ഒരു ആട്ടിൻപറ്റവും അവനുണ്ട്. പക്ഷെ പ്രധാന കാര്യം അതൊന്നുമല്ല. സ്വന്തം ജീവിതം പോലെ ജീവിതം നയിക്കാൻ അവന് കഴിയുന്നില്ല. ആൻഡ്രൂസിലെ യാത്ര ചെയ്തു മടങ്ങുവാൻ ആടുകളെയൊക്കെ വിറ്റ് കടൽ കടക്കാം. അത് മടങ്ങുമ്പോഴേക്കും കാണുന്നതൊക്കെ താൻ കണ്ടു കഴിഞ്ഞിട്ടുണ്ടാകും. ഗ്രാമങ്ങളും നഗരങ്ങളും കൊട്ടാരങ്ങളും സ്ത്രീകളും സെമിനാരിയിലെ താമസം. തുടർന്നുണ്ടെങ്കിൽ തനിക്ക് ഈശ്വരനെ കാണാൻ കഴിയുമായിരുന്നോ? ഇല്ല. ഉദിച്ചു വരുന്ന സൂര്യനെ നോക്കി അവൻ ഉറക്കെ പറഞ്ഞു. പലതവണ ഈ വഴി കടന്നു പോയിട്ടുണ്ട്. എങ്കിലും എന്തുകൊണ്ടോ ഒരു പഴയ പള്ളി കാണാനിട വന്നില്ല. എന്നും പുതിയ പുതിയ വഴികളിലൂടെ യാത്ര ചെയ്യാനായിരുന്നു അവന് താല്പര്യം. അറ്റമില്ലാതെ നീണ്ടു നിവർന്ന് കിടക്കുന്ന വഴികൾ. ആടുകളെ ഒന്ന് തിരിഞ്ഞു നോക്കുകയേ വേണ്ടൂ. പിന്നെ അവ തനിയെ നടന്നു പൊക്കോളും. അവന് വഴിയിലൂടെയുള്ള കാഴ്ചകൾ കണ്ടു രസിച്ച് നടക്കാം.
വഴി ഏതായാലും മാറുന്നതും ആടുകൾക്കൊന്നുമില്ല. അവയ്ക്കെല്ലാം അത് ഒരുപോലെ തന്നെ. മേച്ചിൻപുറങ്ങൾ മാറുന്നതും ഋതുക്കൾ കടന്നു പോകുന്നതും അവ മനസ്സിലാക്കുന്നില്ല. വയറു നിറയെ പുല്ലും വെള്ളവും കിട്ടണം. അതിനപ്പുറം അവയ്ക്ക് വല്ലതും അറിയേണ്ടതുണ്ടോ?